friends, welcome back to my new video. ഹായ്, നമ്മൾ കുമളിയിലെ കാഴ്ചകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. കുമളിയിൽ നിന്ന് നമ്മൾ ഇനി മൂന്നാർക്ക് പോവുകയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുമളിയിൽ നിന്ന് നമ്മൾ മൂന്നാർക്ക് യാത്രയായി. കുമളി നെടുങ്കണ്ടം രാജാക്കാട് വഴിയാണ് നമ്മൾ മൂന്നാർക്ക് പോകുന്നത്. കുമളിയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ നേരത്തെ ഡ്രൈവ് ഉണ്ട് മൂന്നാർക്ക്. മൂന്നാറിൽ നമ്മൾ പോയത് പൂപ്പാറ, ചിന്നക്കനാൽ, സൂര്യനെല്ലി അങ്ങനെയാണ് നമ്മൾ യാത്രയായത്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല വ്യൂവും നല്ല രസമാണ് കാണാൻ. നല്ല മലകളും നല്ല ഹൈറ്റുള്ള മലകളുണ്ട് പോകുന്ന വഴിക്കൊക്കെ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കണ്ടൊക്കെയാണ് നമ്മൾ പോയത്. നമ്മൾ ആദ്യം പോയത് സൂര്യനെല്ലിയിലോട്ടാണ്. സൂര്യനെല്ലിയിൽ നിന്ന് നമുക്ക് കുളുക്കുമലയിലേക്കാണ് പോകേണ്ടത്. അവിടെ ഓഫ് റോഡ് ജീപ്പ് സവാരിയുണ്ട്, അതിനാണ് നമ്മൾ ആദ്യം പോയത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുമളി ജീപ്പ് സവാരിക്ക് പോയ യേശുരാജ ചേട്ടൻ്റെ കസിനെ നമുക്ക് ഇടപാടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്നപ്പം തന്നെ നമുക്ക് ജീപ്പൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റിൽ സൂര്യനെല്ലിയിൽ നിന്ന് കുളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരിയാണ്, ഓഫ് റോഡ് റൈഡാണ് നമ്മൾ പോയത്. ഇതാണ് നമ്മൾ സൂര്യനെല്ലിയിൽ നിന്ന് കുളുക്കുമലയ്ക്കുള്ള എൻട്രി. അവിടെ ജീപ്പ് സവാരി നമ്മൾ യാത്രയാകുന്നതിന് അവിടെ നമ്മൾ എൻട്രി ഫീ അടയ്ക്കണം. ഒരു ജീപ്പിന് നമ്മൾ 3000 രൂപയാണ് അടയ്ക്കുന്നത്. 4 മണിക്കൂർ നേരത്തെ ഡ്രൈവ് ഉണ്ട് നമുക്ക്, ഓഫ് റോഡ് റൈഡ്. നല്ല രസമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളുണ്ട്. പിന്നെ ജീപ്പിലെ ചേട്ടനാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ഒക്കെയുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കൊരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറിയായിരുന്നു. അങ്ങോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ അവർ അനുവദിക്കത്തില്ല. അതിന് പുറത്തൊരു ഷോപ്പുണ്ട്, നമുക്ക് അവിടെ നിന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങാം. കുട്ടികൾക്കൊക്കെ നമുക്ക് ഏത് തരം ചോക്ലേറ്റ് വേണമെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ അവരൊക്കെ വാങ്ങിച്ചു. ഇനി അവിടെ നിന്ന് നമ്മൾ ഹാരിസൻ്റെ ടീ ഫാക്ടറിയിലോട്ടാണ് പോയത്. അവിടെ നമ്മളെ വീഡിയോ എടുക്കാൻ അനുവദിക്കത്തില്ല. നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. ആ ഗൈഡാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളെ ഫസ്റ്റിൽ തേയിലത്തോട്ടത്തിൽ നിന്ന് ആ തേയില നുള്ളിയെടുക്കുന്ന ഇല തൊട്ട് ബാക്കി അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നമ്മളെ കാണിച്ചു തരും. പിള്ളേർക്കൊക്കെ അത് നല്ലൊരു അറിവാണ് അങ്ങനെ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് പിന്നെയും നമ്മൾ കുളുക്കുമലയ്ക്ക് യാത്രയായി. കുളുക്കുമലയ്ക്ക് നമ്മൾ പോകുമ്പോൾ റോഡിൻ്റെ 2 സൈഡും ടീ പ്ലാന്റേഷനാണ്. അത് ഫുള്ള് ഹാരിസൻ്റെയാണെന്നാണ് പറഞ്ഞത്. ഹാരിസൺ ടീ അവരുടെയാണ്. നല്ല രസമാണ് കാണാൻ. ഒരു നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ തേയിലകളെല്ലാം. നമുക്ക് തേയിലത്തോട്ടത്തിൽ ഇറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓഫ് റോഡ് റൈഡ് പറയാനേ നമുക്ക് പറ്റത്തില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. നല്ല ഓഫ് റോഡ് റൈഡായിരുന്നു. പിള്ളേരൊക്കെ ജീവൻ പേടിച്ച് കാറി ഒച്ച വെച്ചൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ കുളുക്കുമലയിലെങ്ങ് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മളിങ്ങനെ ഹൈറ്റിലോട്ട് കുറേ കയറിപ്പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ അറിയത്തില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു. കുളുക്കുമലയിൽ നമ്മളങ്ങ് വ്യൂ പോയിൻ്റ് ചെന്ന് കഴിയുമ്പോൾ അവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടുന്ന് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാം. പിന്നെ വാഷ്റൂമും എല്ലാ സൗകര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കിട്ടും. പിന്നെയും തിരിച്ച് നമ്മൾ യാത്രയായി. കുളുക്കുമലയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഓഫ് റോഡ് പറയാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇതായിരുന്നു. ഞാൻ പിന്നെ അവസാനം ഫ്രണ്ടിൽ കയറിയിരുന്നു. പിന്നെ ആ ചേട്ടനും ചേട്ടനായിരുന്നു. ചേട്ടനുമായിട്ട് നമ്മൾ കുറേ കത്തിയൊക്കെ വെച്ച് ചേട്ടൻ നമ്മളെ എല്ലാ കാര്യവും പറഞ്ഞ്, ചേട്ടൻ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. നമ്മൾ പാട്ടുമൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചാണ് നമ്മൾ യാത്ര ചെയ്തത്. ചേട്ടനും തമിഴ് ചേട്ടനാണ്. പക്ഷേ അവർക്ക് മലയാളമൊക്കെ അറിയാം, നന്നായിട്ട് മലയാളം അറിയും. ചേട്ടനുമായിട്ട് നമ്മൾ പോയത്. അവിടെ മൂന്നാറിൽ നമ്മൾ സ്കൂളുകളൊക്കെ കണ്ടു പോകുന്ന വഴിക്ക്. ആ സ്കൂളുകളെല്ലാം
തമിഴ് മീഡിയം സ്കൂളുകളാണ്. മലയാളം മീഡിയം സ്കൂളൊന്നും കണ്ടില്ല. കുളുക്കുമലയിൽ നിന്ന് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സൂര്യനെല്ലി തന്നെ വന്നു. പിന്നെ നമ്മുടെ വണ്ടിക്ക് നമ്മൾ മൂന്നാറിന് പോയി. മൂന്നാറിന് ചെന്നപ്പം മൂന്നാർ രാത്രിയൊക്കെ ആയി. മൂന്നാർ ടൗണും ഒക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ ഒരു റിസോർട്ടിൽ അന്ന് സ്റ്റേ ചെയ്തായിരുന്നു. കേരളത്തിലെ തന്നെ ഹയസ്റ്റ് റിസോർട്ട് മൂന്നാർ എന്ന് പറഞ്ഞ ദേശാടൻ റിസോർട്ടിലാണ് നമ്മളന്ന് സ്റ്റേ ചെയ്തത്. 2 ബെഡ്റൂം ഹോളായിട്ടൊരു ബാൽക്കണിയൊക്കെ ആയിട്ടുള്ള ഒരു ഫാമിലി കോട്ടേജാണ് നമ്മൾ അവിടെ എടുത്തത്. പിന്നെ നമുക്ക് റൂമിൽ അവർ എക്സ്ട്രാ ബെഡൊക്കെ വേണമെങ്കിൽ തരുമായിരുന്നു. വൈകിട്ട് നമ്മൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ എണീറ്റിട്ടുള്ള വ്യൂ ആണിത്. നല്ലൊരു ബാൽക്കണി ഉണ്ട് അവിടെ. ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് ഈ കോട്ടേജ് ഉള്ളത്. നമുക്ക് വ്യൂ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. നമ്മളവിടെ കോഫിയൊക്കെ കുടിച്ച് കുറേ നേരം നമ്മൾ ബാൽക്കണിയെ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഇവിടുന്ന് ഈ റിസോർട്ടിൻ്റെ അവിടുന്ന് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടോട്ട് സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് ആ സ്റ്റെപ്പ് കയറി ആ വ്യൂ പോയിൻറ്റും നമുക്ക് കയറി കാണാവുന്നതാണ്. നമ്മൾ അവിടെ കയറി കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ കഴിച്ചു. നമ്മളിനി ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോവാണ്. നല്ല റിസോർട്ടായിരുന്നു. സ്റ്റാഫൊക്കെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിനിയും വരണമെന്ന് തോന്നുന്ന ഒരു റിസോർട്ടാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് മാട്ടുപ്പെട്ടിയിലോട്ടാണ്. മാട്ടുപ്പെട്ടി ഡാമും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോയത്. അവിടെ ചെല്ലുമ്പോൾ കുറേ കടകളും കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. നമുക്ക് അവിടുന്ന് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചു. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. നമ്മൾ ഡാമിൽ ചെന്നപ്പോൾ ഡാമിൻ്റെ 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഒരു വ്യൂ ഉള്ളതാണ്. നല്ല മലയും ഉണ്ട് അവിടെ. ആ മലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിനി മാട്ടുപ്പെട്ടി ബോട്ടിങ്ങിനാണ് പോകുന്നത്. ബോട്ടിങ്ങിന് പോകുമ്പോഴും 2 സൈഡും ചെറിയ ചെറിയ കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഫുഡൊക്കെ സ്നാക്സ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പാനിപ്പൂരിയും സ്വീറ്റ് കോൺ അങ്ങനെയൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിന് പോയത്. പലതരത്തിലുള്ള ബോട്ടുകളുണ്ട് അവിടെ. നമ്മൾ ചൂസ് ചെയ്തത് പെഡൽ ബോട്ടാണ്. അതാകുമ്പോൾ പിള്ളേർക്ക്
ചവിട്ടി സുഖമായിട്ട് പോകാമല്ലോ. അതുകൊണ്ട് നമ്മൾ അതാണ് ചൂസ് ചെയ്തത്. എൽബായും അമ്മുവും ഒരു ബോട്ടയിൽ, അപ്പവും ഇവായും ഒരു ബോട്ടയിൽ, അങ്ങനെയാണ് കുട്ടികൾ പോയത്. അടുത്തത് നമ്മൾ പോയത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാറിലാണ്. നീൽഗിരീസ് ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മോർണിംഗ് 9 o'clock തൊട്ട് ഈവനിങ് 7 o'clock വരെയാണ് നമുക്ക് എൻട്രി ഗാർഡനിലോട്ടുള്ളത്. എൻട്രി ഫീ ഒരാൾക്ക് 100 രൂപയാണ്. പിന്നെ നമുക്കിവിടെ നിന്ന് ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ചെടികളൊക്കെ വാങ്ങാവുന്നതാണ്. പിന്നെ ഫിഷ് സ്പാ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, നമുക്കതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഐസ്ക്രീമും സ്നാക്സും ഒക്കെ ആയിട്ട്. പിള്ളേരൊക്കെ പോയാൽ ബോറടിക്കത്തില്ല. പിന്നെ പൂക്കളുടെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശേഖരമാണ് അവിടെയുള്ളത്. പല നിറത്തിലുള്ള വലിപ്പത്തിലുള്ള പൂക്കളുണ്ട്. കൂടുതലും ഡാലിയ, ഹൈഡ്രാഞ്ചി, ചൈനീസ് വാൽസും അങ്ങനത്തെയൊക്കെയാണ്. ഈ ഗാർഡൻ്റെ ഒരു സൈഡിൽ കൂടി ഒരു റിവർ ഒഴുകുന്നുണ്ട്. ഇത് മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഷട്ടറൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് വെള്ളം ഇതുവഴി പോകും എന്നാണ് പറഞ്ഞത്. കുട്ടികൾക്ക് കളിക്കുവാനൊക്കെ ആയിട്ട് നല്ലൊരു പാർക്കും ഒക്കെ ഉണ്ട്. ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പാലായ്ക്ക് പോവുകയാണ്. ഇത് കല്ലാർകുട്ടി ഡാമാണ്. കല്ലാർകുട്ടി ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നത് ഇങ്ങനെ നല്ല വലിയ പാറക്കല്ലുകൾക്കിടയിലൂടെയാണ് വെള്ളം പോകുന്നത്. നമ്മൾ അതിൻ്റെ സൈഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തിരിച്ച് പാലായ്ക്ക് പോവുകയാണ്. നമ്മൾ അടിമാലി നേരിമംഗലം കൂടിയാണ് പാലായ്ക്ക് പോയത്. പാലായി നമ്മളൊരു രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ വന്നു. പിന്നെ നമുക്ക് നല്ലൊരു വെക്കേഷനായിരുന്നു. ഈ യാത്ര മനസ്സിന് നല്ലൊരു സന്തോഷം തന്നായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. Hope you like this video. Thank you and bye bye. See you on the next video.